ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു സ്മാർട്ട് ശ്രീ. നമ്മളിന്ന് പുതിയൊരു ടോപ്പിക്കാണ് കേട്ടോ പഠിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന കോമൺ ആയിട്ട് നമുക്ക് ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു ടോപ്പിക്കാണ് LCM, ലസാഗു, അതുപോലെ തന്നെ HCF, ഉസാഗ. അതിൽ LCM ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. LCM, ലസാഗു. എപ്പോഴാണ് നമ്മൾ LCMത്തിൻ്റെ ഉപയോഗം വരിക? എന്താണ് LCM, ലസാഗു എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഫുൾ ഫോം ഇങ്ങനെയാണ് അല്ലേ? എന്താണ് LCM എന്ന് പറഞ്ഞാൽ? LCM എന്താണ്? LCM ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലേ? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. മലയാളത്തിൽ നമ്മളതിനെ ലസാഗു, കുത്തുണ്ട്, ലസാഗു എന്നാണ് പറയുക. അത് ലഘു സാധാരണ ഗുണിതം. ലഘുതമ ലായാണ്, സാധാരണ സാ, ഗുണിതം ഗു. അപ്പൊ ലസാഗു. അപ്പൊ LCM അല്ലെങ്കിൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, ലസാഗു, ലഘുതമ സാധാരണ ഗുണിതം. ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്. എവിടെയാണ് നമ്മൾ ഇതിന്റെ ഉപയോഗം വരിക? അതായത് നമ്മൾ ഫ്രാക്ഷൻസ്, ഭിന്നസംഖ്യകളെ കൈകാര്യം ചെയ്യുമ്പോഴാണ്. അതായത് ഭിന്നസംഖ്യകളുടെ അഡീഷനും സബ്ട്രാക്ഷനും, അത് ഫ്രാക്ഷൻസ് നമുക്ക് ആഡ് ചെയ്യേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ അത് തമ്മിൽ മൈനസ് ചെയ്യേണ്ടി വരുമ്പോൾ അതിൻ്റെ സങ്കലനവും വ്യവകലനവും, ഇതിൻ്റെ ഭിന്നസംഖ്യകളുടെ സങ്കലനം, വ്യവകലനം, ഇവ നമ്മൾ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് നമുക്ക് LCM ഉപയോഗിക്കേണ്ടി വരിക. അപ്പോൾ LCM മെത്തേഡ് എന്ന് പറയുന്നത്, അപ്പോൾ ചില സംഖ്യകളുടെ LCM കണ്ടുപിടിക്കാനായിട്ട് ചില ആളുകൾക്ക് ചിലപ്പോൾ അത് കൺഫ്യൂഷൻസ് ഉണ്ടാകാറുണ്ട്. LCM HCFും രണ്ടും രണ്ടാണ്. ഉസാഗ, ഉത്തമ സാധാരണ ഘടകം എന്ന് പറയുന്നതും വ്യത്യസ്തമാണ്. HCFും LCMും അപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അതെന്താണെന്ന് സെപ്പറേറ്റ് ഒരു ടോപ്പിക് എടുത്ത് നമുക്കിന്നൊന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് നമ്മളിന്ന് LCM എന്ന് പറയുന്ന ഒരു ടോപ്പിക്കായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു LCM അത് ഒരു ഷോർട്ട് ഫോം ആണ്. ഏതിൻ്റെയാണ്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഓർക്കുക, അല്ലെങ്കിൽ ലഘുതമ സാധാരണ ഗുണിതം. ഏറ്റവും ചെറുത് എന്നാണ്. ലീസ്റ്റ് എന്ന് പറയുമ്പോൾ ലോവസ്റ്റ് അല്ലെങ്കിൽ സ്മോളസ്റ്റ് എന്നൊക്കെ നമുക്കതിന് മീനിങ് പറയാം. അങ്ങനെയാണെങ്കിൽ അതായത് നമുക്ക് തന്നിരിക്കുന്ന കുറച്ച് ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ ഈ അതിൻ്റെ ഫ്രാക്ഷൻസ് നോക്കും അല്ലെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ഡിനോമിനേറ്റേഴ്സ്, നമ്മുടെ ഛേദങ്ങൾ ഒരുപോലെയാണെങ്കിൽ നമുക്ക് കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും വലിയ ബുദ്ധിമുട്ടില്ല. എന്നാൽ ഫ്രാക്ഷൻസിൻ്റെ അതുപോലെ തന്നെ ഭിന്നസംഖ്യകളുടെ ഡിനോമിനേറ്റേഴ്സ് ഡിഫറൻ്റ് ആണെങ്കിൽ, ഛേദങ്ങൾ വ്യത്യസ്തമാണെങ്കിലാണ് നമുക്ക് ഈ ഒരു സംഭവം കയറി വരെ LCM കണ്ടുപിടിക്കേണ്ട ഒരു ഇതിലേക്ക് പോകുക. അപ്പം അതെങ്ങനെയാണ്? അപ്പം LCM മാത്രമേ നമ്മളിത് കണ്ടുപിടിക്കുന്നുള്ളൂ. കാരണം നമ്മൾ ഓൾറെഡി ഭിന്നസംഖ്യകൾ കൂട്ടാനും കുറയ്ക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട്. അന്നേരം നമ്മൾ ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോയി. എന്താണ്, അതെങ്ങനെ ചെയ്യും? രണ്ട് രീതിയിൽ ചെയ്യാം. ഭിന്നസംഖ്യകൾ കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും LCM മെത്തേഡ് നമ്മൾ അത് എടുത്ത് പറഞ്ഞു. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അവിടെ പറഞ്ഞതാണ്. എന്നാലും ചിലർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിന്ന് ആ ഒരു ടോപ്പിക്കുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതാദ്യം മനസ്സിലാക്കുക. ലഘുതമ സാധാരണ ഗുണിതം, ലസാഗു അതിൻ്റെ എക്സ്പാൻഡഡ് ഫോമാണ്. LCMൻ്റെ എക്സ്പാൻഡഡ് ഫോം അതിൻ്റെ ഒരു എന്താ പറയുക ഫുൾ ഫോമാണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഇപ്പം നിങ്ങൾക്ക് കുറച്ച് സംഖ്യകളുടെ എന്താ പറയുക ലസാഗു കാണണം എങ്കിൽ എങ്ങനെയാണ് നമ്മളത് ചെയ്യാം? ഇപ്പോൾ ഉദാഹരണത്തിന് എക്സാമ്പിൾ 2, 4, 6 ഈ സംഖ്യകളുടെ LCM കാണണം എന്ന് വിചാരിക്കുക. LCM ഓഫ് 2, 4, 6 എന്ന് വെച്ചാൽ ഈ പറയുന്ന എന്താണ് അതിന്റെ മീനിങ്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് 2, 4, 6 കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾസ്, അതിൽ ഏറ്റവും ചെറുത്, അതാണ് അതിന്റെ മീനിങ്. അതായത് നമ്മളോട് 2, 4, 6 എന്നീ സംഖ്യകളുടെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഏതാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ അപ്പൊ നമ്മൾ ആദ്യം എന്ത് വേണം? നമുക്ക് അതിന്റെ ഇവയുടെ എല്ലാം കോമൺ മൾട്ടിപ്പിൾസ് എടുക്കണം. അപ്പൊ അതിനെന്ത് വേണം? അതിന് മുന്നിലേക്ക് നോക്കുമ്പോൾ മൾട്ടിപ്പിൾസ് വേണം. ആദ്യം നമ്മൾ അതിന്റെ മൾട്ടിപ്പിൾസ് കണ്ടുപിടിക്കണം, അതിൽ നിന്ന് അതിന്റെ കോമൺ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കണം, ഏറ്റവും അവസാനം നമുക്ക് അതിൽ നിന്ന് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. കോമൺ എന്ന് പറഞ്ഞാൽ എന്താ? പൊതുവായത്. ഈ പറയുന്ന മൂന്ന് സംഖ്യകളുടെയും മൾട്ടിപ്പിൾസ്, ഗുണിതങ്ങളാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ? ഫസ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് ദ മൾട്ടിപ്പിൾസ് ഓഫ് 2. മൾട്ടിപ്പിൾസ് ഓഫ് 2 രണ്ടിന്റെ ഗുണിതങ്ങളാണ്. ഗുണിതങ്ങൾ ഏതിന്റെ ഗുണിതങ്ങളാണ് കാണേണ്ടത്? രണ്ടിന്റെ ഗുണിതങ്ങൾ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. എന്താണ് ഗുണിതം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അല്ലേ, നമ്മളുടെ പട്ടിക, നമ്മൾ ഗുണന പട്ടിക നമ്മൾ ചൊല്ലാറുണ്ടല്ലോ. അപ്പൊ അതിനകത്താണ് നമ്മൾ മൾട്ടിപ്പിൾസ് ഓഫ് 2 നമുക്ക് നോക്കാം. 2ന്റെ മൾട്ടിപ്പിൾസ്, രണ്ടിന്റെ ഗുണിതങ്ങൾ 2, 4,
6, 8, 10, 12, 14, 16 അങ്ങനെ പോകും അല്ലേ. അതേപോലെ തന്നെ നമുക്ക് ഇനി 4ന്റെ മൾട്ടിപ്പിൾസ് കാണാം. 4ന്റെ മൾട്ടിപ്പിൾസ് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. 4, 1 × 4 4, 2 × 4 8, 3 × 4 12, 4 × 4 16, 5 × 4 20, ദെൻ 24, 28 അങ്ങനെ പോകും. ഇത് വീണ്ടും നമുക്ക് എഴുതാട്ടോ. ഇത് 2, 14, 12 കഴിഞ്ഞാൽ 14, 16, 18, 20 അങ്ങനെ പോകും. വീണ്ടും 2 കൊണ്ട് 2നെ നമ്മൾ എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നു അത്രയും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് അതൊരു ലിമിറ്റേഷൻ ഇല്ല. അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എക്സ്പാൻഡ് ചെയ്ത് എങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് പോകാം. 2ന്റെ ഗുണിതങ്ങൾ എവിടെയും അവസാനിക്കുന്നില്ല. 2 വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്ത് പോകുകയാണെങ്കിൽ 1 കൊണ്ട് 2 കൊണ്ട് 3 കൊണ്ട് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് 2ന്റെ ഗുണിതം കിട്ടുക. അതുപോലെ തന്നെ 4ന്റെ ഗുണിതം എങ്ങനെ കിട്ടുക, 4ന്റെ മൾട്ടിപ്പിൾസ് കിട്ടുന്നത് 4നെ അതുപോലെ തന്നെ 1, 2, 3, 4 എന്നീ സംഖ്യകൾ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് പോകണം. അപ്പൊ ഞാനിവിടെ ഇത്രയും എഴുതിയിട്ടുണ്ട്. 4, 8, 12, 16, 20, 24, 28 ഒക്കെ എഴുതിയിട്ടുണ്ട്. ദെൻ നമുക്ക് വീണ്ടും 6ന്റെ മൾട്ടിപ്പിൾസ് കാണാം. 6ന്റെ ഗുണിതങ്ങൾ കാണാം. 6, 12, 3 × 6 18, 4 × 6 24, 5 × 6 30, 6 × 6 36 അങ്ങനെ അങ്ങോട്ട് പോകുന്നു. ഇപ്പോൾ നമുക്ക് കിട്ടിയത് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് ഓൺലി ദ മൾട്ടിപ്പിൾസ്. നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഗുണിതങ്ങളാണ് 2ന്റെയും 4ന്റെയും 6ന്റെയും 6 വരെയുള്ള, അതായത് 2, 4, 6 ഈ സംഖ്യകളുടെ ഗുണിതങ്ങൾ മൾട്ടിപ്പിൾസ് നമ്മൾ ഓൾറെഡി എഴുതി. ഇനി നമുക്ക് ഇതിന് എന്ത് കണ്ടുപിടിക്കണം, കോമൺ മൾട്ടിപ്പിൾസ്, അതായത് ഇതിന്റെ പൊതുവായ ഗുണിതങ്ങളാണ്. കോമൺ മൾട്ടിപ്പിൾസ് നമുക്ക് കാണാം. കോമൺ മൾട്ടിപ്പിൾസ് എത്രയൊക്കെ ഉണ്ട്, എവിടെ നിന്ന് തുടങ്ങുന്നത് നോക്കിയാൽ 2, 4 ഇതിലെല്ലാത്തിലും 3ലും കോമൺ ആയിട്ട് വരുന്ന, എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്ന മൾട്ടിപ്പിൾസ് മാത്രം നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ആദ്യം തന്നെ നോക്കുക, 2, 4, 6, 8. പക്ഷെ ഇവിടെ 8 രണ്ടെണ്ണത്തിലുണ്ട്, ഇവിടെ 6ന്റെ ടേബിളിനകത്ത് വന്നിട്ടില്ല. അടുത്തത് നിയറസ്റ്റ് ഏതാണ് ഏറ്റവും ആദ്യം നമുക്ക് കാണുന്ന മൾട്ടിപ്പിൾസ് എന്ന് വെച്ചാൽ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. 12. ഇവിടെ 12 ഉണ്ട്, ഇവിടെയും 12 ഉണ്ട്. 3 എടുത്ത് 12 വന്നിട്ടുണ്ട്. 3ലും കോമൺ ആയിട്ട് വന്നിരിക്കുന്ന 12 എന്ന് പറയുന്ന ഒരു മൾട്ടിപ്പിൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഉണ്ടോ അടുത്ത മൾട്ടിപ്പിൾ ഇനിയും വീണ്ടും നമുക്ക് എഴുതുമ്പോൾ വീണ്ടും നമുക്ക് എഴുതി വേണമെങ്കിൽ പോകാം. 20, 22, 24. എന്തിനാണെന്നറിയോ, അടുത്തത് ഞാൻ എഴുതിയത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കുന്നത് 24 24 ആണ് അടുത്തതായിട്ട് വരുന്ന കോമൺ മൾട്ടിപ്പിൾ. ഇതിൽ 3ലും കോമൺ ആയിട്ട് വരുന്ന മൾട്ടിപ്പിൾ അടുത്തത് 24 ആണ്. ഇനിയും എഴുതി പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും 4, 2, 6 എന്നീ പറയുന്ന സംഖ്യകളുടെ കോമൺ മൾട്ടിപ്പിൾസ് കിട്ടും. പക്ഷേ നമുക്ക് കാണേണ്ടത് എന്താ, LCM ആണ്, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്, ഏറ്റവും ചെറുത്. ഏറ്റവും ചെറുത് പറയുമ്പോൾ നമ്മൾ ഈ കണ്ടുപിടിച്ചതിൽ ഏറ്റവും ആദ്യം, അതായത് ഏറ്റവും ചെറിയ പൊതു ഗുണിതമാണ് നമുക്ക് വേണ്ടത്. അത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ LCM എന്ന് പറയുന്നത് ഇതിനകത്തെ 12 ആണ്. ചെറുതല്ലേ, കമ്പയർഡ് ടു. ഇനി അങ്ങോട്ട് പോകുമ്പോൾ വലുതായി പോകുള്ളൂ. അപ്പൊ 2ന്റെയും 4ന്റെയും 6ന്റെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, അതായത് LCM ലഘുതമ സാധാരണ ഗുണിതം എന്ന് പറയുന്നത് 12 ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്, തന്നിരിക്കുന്ന സംഖ്യകളുടെ എന്ത് ചെയ്തു, കോമൺ മൾട്ടിപ്പിൾസ് കണ്ടുപിടിച്ചു ആദ്യം. അതിൽ നിന്ന് കോമൺ മൾട്ടിപ്പിൾസ് എടുത്തു, അതിൽ നിന്ന് ഏറ്റവും ചെറുതെടുത്തു. അങ്ങനെയാണ് നമ്മൾ ഈ LCM കണ്ടുപിടിച്ചത്. ഇപ്പോൾ ഇതിപ്പോൾ ഒരു തീരെ ചെറിയ സംഖ്യ ആയതുകൊണ്ട്, തീരെ ചെറിയെന്ന് പറഞ്ഞാൽ 2, 4, 6 ഒക്കെ ചെറിയ സംഖ്യകളാണല്ലോ. അപ്പൊ ചെറിയ സംഖ്യ ആയതുകൊണ്ട് അതിന്റെ മൾട്ടിപ്പിൾസ് ഇങ്ങനെ നമുക്ക് എഴുതാം. കാരണം ടേബിൾ ആണ്, 10 വരെയുള്ള ടേബിളൊക്കെ നമുക്കറിയാം, 10ന്റെ വരെയുള്ള നമ്മളുടെ ഗുണന പട്ടികയൊക്കെ നമുക്കറിയാലോ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എടുത്തെടുത്ത് എഴുതിയൊക്കെ പോകാൻ പറ്റും. പക്ഷേ ഇഫ് ഇറ്റ് ഈസ് എ ലാർജ് നമ്പർ, നമുക്കതൊരു വലിയ സംഖ്യ ആണെങ്കിലോ ഈ രീതിയിൽ നമുക്ക് അതിനെ കാണാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് കിട്ടിയ LCM നിങ്ങൾ നോക്കുക, LCM കിട്ടിയത് 12 ആണ്. ഈ രീതിയിൽ ചിലപ്പോൾ നമുക്കത് എളുപ്പം എഴുതാൻ പറ്റില്ല. കാരണം ഒരുപാട് നമ്പേഴ്സ് മൾട്ടിപ്പിൾസ് എഴുതി കഴിഞ്ഞാലേ ചിലപ്പോൾ എല്ലാത്തിലും കോമൺ ആയിട്ടൊരു മൾട്ടിപ്പിൾ നമുക്ക് കിട്ടുള്ളൂ. കുറേ മൾട്ടിപ്പിൾസ് എഴുതേണ്ടി വരും. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. ഒരുപാട് സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്ത് ഗുണിച്ച് നോക്കി വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് അതിനെ മൾട്ടിപ്പിൾസ് എഴുതാൻ. അങ്ങനെ വരുമ്പോൾ വലിയ സംഖ്യകൾക്ക് ഈ ഒരു മെത്തേഡ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഇങ്ങനെ മൾട്ടിപ്പിൾസ് എഴുതി ഓരോ സംഖ്യകളുടെ മൾട്ടിപ്പിൾസ് എഴുതി അത് എവിടെ വരെ ചെല്ലുമ്പോഴാണ് ഇവയ്ക്ക് രണ്ടിനും കോമൺ ആയിട്ട്, അല്ലെങ്കിൽ 2 സംഖ്യയാണെങ്കിൽ 2 സംഖ്യകളുടെ കോമൺ ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ 3 സംഖ്യയുടെ ഈ 3 കോമൺ ആയിട്ട് വരുന്നത് കണ്ടുപിടിക്കാനായിട്ട് ഇച്ചിരി ഡിഫിക്കൽട്ടാണ്, ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പൊ നമുക്ക് വേറൊരു മെത്തേഡും കൂടി സ്വീകരിക്കാം LCM കാണാനായിട്ട്. അപ്പൊ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന LCM കണ്ടല്ലോ, 12 ആണ്. നമുക്ക് വേറെ രീതിയിൽ ഇതിനെ എങ്ങനെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, അതായത് LCM കാണാം നോക്കാം. അപ്പൊ നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ എഴുതണം, 2, 4, 6 ഇങ്ങനെ സംഖ്യകൾ എഴുതാം. എന്നിട്ട് നമ്മൾ ഇതിനെ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്,
അതായത് അഭാജ്യ സംഖ്യ ഘടകക്രിയാ രീതി അഭാജ്യ സംഖ്യകൾ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, പ്രൈം നമ്പേഴ്സ് ഉപയോഗിച്ച്, അതുകൊണ്ടാണ് അതിന് പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് വന്നത്. അപ്പൊ അഭാജ്യ സംഖ്യകൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഫാക്ടറൈസ് ചെയ്യാം, ഘടകക്രിയ ചെയ്യാം. ഇങ്ങനെ ഇവിടെ സൈഡിൽ നമ്മൾ പ്രൈം ഫാക്ടേഴ്സ് ആയിട്ടുള്ള, അതായത് അഭാജ്യ സംഖ്യകളായ 2, 3, 5, 7, 11 അങ്ങനെയുള്ള സംഖ്യകൾ മാത്രം സൈഡിൽ എഴുതി അതിൽ കോമൺ ആയിട്ട് വരുന്ന സംഖ്യകളെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൈം ഫാക്ടറൈസേഷനിലൂടെയും നമുക്ക് നേരിട്ട് നമുക്ക് എന്ത് ചെയ്യാം, LCM കാണാം. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്തത് മൾട്ടിപ്പിൾസ് ഓരോന്നും എടുത്ത് എഴുതി, ഓരോന്നിന്റെ മൾട്ടിപ്പിൾസ് എഴുതി, അതിൽ നിന്ന് കോമൺ മൾട്ടിപ്പിൾസിനെ കണ്ടുപിടിച്ചു, അതിൽ നിന്ന് ഏറ്റവും ചെറുതിനെ നമ്മൾ സെലക്ട് ചെയ്തു. അതായിരുന്നു LCM എന്ന് പറയുന്ന ആദ്യത്തെ മെത്തേഡിൽ ചെയ്ത്. ഇവിടെ അങ്ങനെ അത്രയും സ്റ്റെപ്സ് വേണ്ടി വരുമോ? ഇത് ചെറിയ സംഖ്യ ആയതുകൊണ്ട് എളുപ്പം നമുക്ക് ആ പട്ടികയിൽ നിന്നും ഓർത്തെടുത്ത് എഴുതി മൾട്ടിപ്പിൾസ് എഴുതി. അതേസമയം അത് നമുക്ക് എല്ലാ സംഖ്യയ്ക്കും പറ്റില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് ഈ മെത്തേഡ് ഒന്ന് അപ്ലൈ ചെയ്യാം. 2 കാരണം ഇവിടെ എല്ലാ സംഖ്യയും 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. 2 2 ഒരു പ്രാവശ്യം, 2 4 4 2 ടൈംസ്, 2 2s are 4, പിന്നെ 6 നമുക്കറിയാം 3 ടൈംസ് ആണ്. ഇനി നോക്കിയേ, ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൽ എല്ലാത്തിനും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ സംഖ്യയില്ല. കാരണം ഇവിടെ 2ഉം ഇവിടെ 3ഉം സെപ്പറേറ്റ് നിയറസ്റ്റ് ആയിട്ടുള്ള 2 സംഖ്യകൾ മാത്രമേ ഉള്ളൂ, വേറെ കോമൺ ആയിട്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. സോ ഇനി ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് LCM കിട്ടണ്ടേ? LCM അല്ലേ നമ്മളോട് ചോദിച്ചിരുന്നത്. അപ്പൊ LCM ഇങ്ങനെ ഘടകക്രിയ ചെയ്ത് വെച്ചത് കൊണ്ട് നമ്മുടെ ആൻസറിലെത്തിയില്ല. വി ഹാവ് ടു ഫൈൻഡ് ദ LCM ഓഫ് 2, 4, 6. ഇതിന്റെ 3 എണ്ണത്തിന്റെയും LCM കാണണം. അപ്പൊ നമുക്ക് LCM എഴുതാം. therefore LCM ഈക്വൽ ടു, നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ ഈ ഫാക്ടറൈസ് ചെയ്ത് നമ്മൾ ഈ സൈഡിൽ എഴുതുന്ന സംഖ്യകളെ മാത്രം എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. സൈഡിൽ നമ്മളിങ്ങനെ എഴുതുമല്ലോ, ഇപ്പൊ 2 സൈഡിൽ എഴുതിയേക്കണേ, അതിങ്ങനെ എഴുതി ലാസ്റ്റ് ഡിവൈഡ് ചെയ്ത് തീർക്കാൻ പറ്റാത്ത അവിടം വരെയുള്ള ആ L ഷേപ്പിൽ സംഖ്യകൾ, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങി ഇവിടം വരെ, അതായത് ഈ സംഖ്യകൾ കൂടി ഉൾപ്പെടെ. ഇത് ഇനി ഫർദർ ഫാക്ടറൈസേഷന് പറ്റില്ല അല്ലെ, ഇനി മുന്നോട്ട് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം 2, 3 ലാസ്റ്റ് അവിടെ നിൽക്കുകയാണ്. കാരണം ദേ ഹാവ് നോ കോമൺ ഫാക്ടേഴ്സ്, അവയ്ക്ക് തമ്മിൽ നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു ഘടകമില്ല ഡിവൈഡ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ അവിടെ നിർത്തിയിരിക്കുന്നു. അപ്പൊ ഈ ഒരു സൈഡുകളിലും ഈ സൈഡിലും താഴെ ഏതെങ്കിലും ബാലൻസ് ഡിവൈഡ് ചെയ്യാതെയും ഉണ്ടെങ്കിൽ അത്രയും സംഖ്യകൾ നമ്മൾ എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നതാണ് അതിന്റെ LCM. അപ്പൊ 2 ഉണ്ട്, ഈ സൈഡിലെ ഒരു 2 ഇൻറ്റു 1 ഉണ്ടെങ്കിൽ എഴുതേണ്ട ആവശ്യമില്ല. കാരണം 1 കൊണ്ട് നമ്മൾ ഏത് സംഖ്യ മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ സംഖ്യ തന്നെയായിരിക്കും. അവിടെ എഴുതിയത് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം. അടുത്തത് ഈ 2 എഴുതി, ഇനി ഈ ഒരു 2 ഉണ്ട്, ഇൻറ്റു വീണ്ടും ഒരു 3 ഉണ്ട്, 3 എഴുതി. അപ്പൊ നമുക്കറിയാം 2 ഇൻറ്റു 2 4 ആണ്, 4 ഇൻറ്റു 3 12 ആണ്. കണ്ടല്ലോ, ഇത് നമുക്ക് നേരിട്ട് കിട്ടുന്ന മെത്തേഡാണ്. അപ്പൊ LCM നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ, ഇപ്പൊ പറയും പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിലൂടെയാണ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സിമ്പിൾ. അതായത് ആ മെത്തേഡാണ് സിമ്പിൾ, കാരണം അതിനകത്ത് ഒരുപാട് സ്റ്റെപ്സ് കുറവാണ് അല്ലെ. വലിയ സംഖ്യകൾ വരുമ്പോൾ ഈ മെത്തേഡ് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ 26ന്റെ 38ന്റെ ഒക്കെ നമ്മളോട് ഇതുപോലെ 28 36 ഇതുവരെയുടെ LCM ഒക്കെ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36ന്റെ ഒക്കെ ടേബിൾ എത്ര പ്രാവശ്യം എവിടം വരെ എഴുതിയാലാണ് ചിലപ്പോൾ അതിൽ നിന്നും ഒരു കോമൺ മൾട്ടിപ്പിൾ, ഏറ്റവും ആദ്യം കിട്ടുന്ന കോമൺ മൾട്ടിപ്പിൾ തന്നെ ആയിരിക്കാം ഏത് ലിസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആയിട്ട് വരാം അല്ലെ. അതായത് LCM വരുന്നത് നമുക്ക് 2 സംഖ്യകളുടെ ഫാക്ടേഴ്സ് മൾട്ടിപ്പിൾസ് എഴുതി വരുമ്പോൾ ഏറ്റവും ആദ്യം കാണുന്ന കോമൺ മൾട്ടിപ്പിൾ തന്നെയാണ് LCM എന്ന് പറയുന്നത്. പക്ഷേ അതിലേക്ക് എത്താനായിട്ട് ചിലപ്പോൾ നമുക്ക് ഒരുപാട് മൾട്ടിപ്പിൾസ് എഴുതേണ്ടി വരും. അങ്ങനെയുള്ള സാഹചര്യം ഒഴിവാക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മെത്തേഡ് സ്വീകരിക്കാം അല്ലെ. അപ്പൊ ഇത് കമ്പയർഡ് ടു ഫസ്റ്റ് മെത്തേഡ് നമുക്കറിയാം ഇതാണ് ഈസി മെത്തേഡ്. പക്ഷെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്ത് എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്ന സംഖ്യ ഏതായിരിക്കാം, ആ പ്രൈം നമ്പർ ഏതാണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്ത് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പൊ 2 രീതി മനസ്സിലായല്ലോ. മൾട്ടിപ്പിൾസ് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും, മറ്റേ രീതിയിലും ചെയ്യാം. 2ലും സെയിം ആൻസർ തന്നെ കിട്ടുള്ളൂ. LCM എന്ന് പറയുന്നത് 2ലും കോമൺ ആയിട്ട് കിട്ടുന്നത് ഒരു ആൻസർ തന്നെ ആയിരിക്കാം. അടുത്തത് നിങ്ങളോട് വീണ്ടും LCM ഓഫ് 2, 5, 8 ഇവയുടെ കോമൺ മൾട്ടിപ്പിൾസ് LCM കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ലിസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഏതാണെന്ന് LCM കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ സാഗു കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 രീതിയിലും ഒന്ന് ചെയ്യാം. 2 രീതിയും ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. 2 രീതിയും നിങ്ങൾ ഉപയോഗിക്കുക. ചെറിയ ക്ലാസ്സിലൊക്കെ കുട്ടികൾക്ക് ഈ ഒരു മൾട്ടിപ്പിൾസ് എടുത്തിട്ട് അതിൽ നിന്ന് ഇപ്പോൾ 1ലും 2ലും ഒക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ മൾട്ടിപ്പിൾസ് എടുത്ത് എഴുതും, എന്നിട്ടാണ് അതിൽ നിന്ന് കോമൺ മൾട്ടിപ്പിൾ എടുത്ത് എഴുതുക അല്ലെ. അപ്പോൾ അതുപോലെ ഇതിനകത്താണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മറ്റേ രീതിയിൽ കുറച്ചുകൂടി മുതിർന്ന ക്ലാസ്സിലാണ് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ഒരു 5ലും ഒക്കെ വരുമ്പോഴാണ് ആ രീതിയിൽ ചെയ്യാം. അപ്പോൾ ആ രീതിയും നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എഴുതേണ്ടത് 2ന്റെ മൾട്ടിപ്പിൾസ് ആണ്. മൾട്ടിപ്പിൾസ് ഓഫ് 2, 2ന്റെ മൾട്ടിപ്പിൾ നമ്മൾ നേരത്തെ എഴുതിയതുപോലെ 2, 4, 6, 8, 10, 12, 14, 16, 18, 20 വരെ ഇപ്പം തൽക്കാലം എഴുതാം. 5ന്റെ മൾട്ടിപ്പിൾസ് 5, 10, 15, 20, 25, 30, 35,
കൊട്ടങ്ങനെ. അടുത്തത് 8ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 8ന്റെ മൾട്ടിപ്പിൾസ് നോക്കാം. ഇവിടെ 8 8 is 8, 16, 24, 32, 40, 48 അങ്ങനെ പോകും അല്ലേ. അപ്പം നമുക്ക് ഇവിടെ കുറച്ചും കൂടി എഴുതേണ്ടി വരും. കാരണം ഇവിടെ വരെ നോക്കിയാൽ നിങ്ങൾ ഇപ്പം ഞാൻ ഇത്രയും എഴുതിയിരിക്കുന്നതിൽ നിന്ന് എവിടെയെങ്കിലും നമുക്കൊരു കോമൺ മൾട്ടിപ്പിൾ കാണാൻ പറ്റണ്ടോ നോക്കുക. 2, 4, 6, 8, 10 ഒക്കെ വന്നിട്ടുണ്ട്. 10 പക്ഷേ ഇവിടെയും 2ന്റെയും 5ന്റെയും ഫാക്ടേഴ്സിൽ മാത്രമേ കോമൺ ആയിട്ട് 10 വരുന്നുള്ളൂ. ഇവിടെ 8ന്റെ ഫാക്ടേഴ്സിൽ നമുക്ക് 10 കാണാനില്ല. പിന്നെ ഏതെങ്കിലും ഉണ്ടോ കോമൺ ആയിട്ട് വരുന്ന? 2 ചിലപ്പോൾ ഒരേപോലത്തെ വരുന്നുണ്ട്, പക്ഷേ മൂന്നാമത്തെ ഒരെണ്ണത്തിൽ വരുന്നില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ കോമൺ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കോമൺ മൾട്ടിപ്പിൾസ് ഇവിടെ കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇവിടെ ഒന്ന് അങ്ങോട്ട് എഴുതി നോക്കാം. 20, 22, 24, 26, 28, 30, 32, 34, 36, 38, 40 അവിടെ ഇരിക്കട്ടെ. അടുത്തത് 35. 5ൻ്റെത് ഞാൻ ഇവിടെ വരെ എഴുതിയിട്ടുണ്ട്. 40 വരെ. ഇവിടെ 40ൽ നിർത്താൻ കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. കാരണം 2, 5, 8 ഞാൻ മൾട്ടിപ്പിൾസ് എഴുതി. കുറച്ച് ദൂരം വരെ എഴുതേണ്ടി വന്നു. ഇത്രയും നോക്കുക, ഇത് ചെറിയ സംഖ്യ ആയിട്ട് പോലും ഇത്രയും 40 വരെ എത്തിയപ്പോഴാണ് ഞാൻ നിർത്തിയത്. കാരണം 40ൽ നിർത്താൻ കാരണം 40 എന്ന് പറയുന്നത് അടുത്ത 2 സംഖ്യകളുടെയും മൾട്ടിപ്പിൾസിൽ ഞാൻ കാണുന്നുണ്ട്. ഇവിടെ 8ലും ഉണ്ട്, 5ലും ഉണ്ട്, അപ്പം 2ലും ഉണ്ട്. അപ്പം അതുകൊണ്ട് അവിടെ വെച്ച് നമുക്ക് നിർത്താൻ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് മനസ്സിലായല്ലോ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന്. അപ്പം ഈ മെത്തേഡിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് മൾട്ടിപ്പിൾസ് എഴുതി നമ്മൾ അതിൻ്റെ കോമൺ മൾട്ടിപ്പിൾ എത്തുന്നത് വരെ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ 40 ആണ് ഇതിൻ്റെ അകത്ത് ആദ്യമായിട്ട് നമ്മൾ കണ്ടേക്കണ മൾട്ടിപ്പിൾ. അപ്പോൾ ആദ്യത്തെ മൾട്ടിപ്പിൾ തന്നെ ആയിരിക്കും ഇതിനകത്ത് ഏറ്റവും ചെറുതെന്ന് പറയുന്നത്. ഇനിയും അങ്ങോട്ട് പോകുമ്പോൾ എന്ത് പറ്റും? സംഖ്യ വലുതായി പോവുക. സോ ഇത്രയും വെച്ച് നിർത്താണ്. അപ്പം LCM is equal to 40. നമുക്ക് നേരെ ഈ ഒരു മൾട്ടിപ്പിൾസ് എഴുതി നമ്മളിങ്ങനെ കണ്ടുപിടിച്ചു. അപ്പോൾ 2ന്റെ മൾട്ടിപ്പിൾ നമ്മൾ ഒരു 20 എണ്ണം വരെ ചെയ്യേണ്ടി വന്നു. അപ്പോഴാണ് നമുക്ക് 40ൽ എത്താൻ പറ്റിയത്. 5ന്റെയും 8ന്റെയും വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മൾട്ടിപ്പിൾസ് എഴുതി നമ്മൾ LCM കാണുന്ന രീതി. എന്നാൽ നമുക്ക് ഇതിനെ ഈ 40 തന്നെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് 2, 5, 8 നമ്മൾ ഇങ്ങനെ എഴുതുന്നു. നമുക്ക് ഏത് വെച്ചാണ്? 2 എന്ന് പറയുന്ന സംഖ്യ കൊണ്ട് 2നെയും 8 2 സംഖ്യകളെ നമുക്കൊന്ന് ചെറുതാക്കാമല്ലോ. ഫാക്ടറൈസ് ചെയ്യാം. 2ൽ ഒരു പ്രാവശ്യം. 5 കൊണ്ട് നമുക്കിതിനെ കംപ്ലീറ്റ്ലി എക്സാക്ട്ലി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പറ്റുന്നത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അല്ലാത്തത് താഴോട്ട് ഇറക്കി എഴുതണം. അപ്പം 2, 5 കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു? 5 താഴോട്ട് ഇറക്കി എഴുതി. 2നെ 8 കൊണ്ട് നമുക്ക് പറ്റും. 2 4s are 8 അവിടെ എടുത്ത് എഴുതി. ഇനി നമുക്ക് ഇനി പറ്റുമോ നോക്കേ. ഇനി ഏതെങ്കിലും സംഖ്യ വെച്ച് കോമൺ ആയിട്ട് 5, 4 2 സംഖ്യകളാണ്. നമുക്കിതിനെ കോമൺ ആയിട്ട് ഒന്നും സംഖ്യകൾ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ പറഞ്ഞ പോലെ LCM എഴുതാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? സൈഡിൽ എഴുതിയിരിക്കുന്ന സംഖ്യ ഫർദർ ഫാക്ടറൈസേഷന് പറ്റാകുന്ന വരെ നമുക്ക് പറ്റുള്ളൂ. അല്ലാത്ത എവിടെയാണോ വെച്ച് നിർത്തിയിരിക്കുന്ന ആ ഭാഗം കൂടി എടുത്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം 2 × 5 × 4 എന്താണ്? 5 × 4 20, 20 × 2 40. കണ്ടല്ലോ, രണ്ടിലും സെയിം ആൻസർ ആണ് നമുക്ക് കിട്ടിയത്. അപ്പം ഇത് ചെറിയ സംഖ്യകൾക്കേ പറ്റുള്ളൂ. കൂടുതൽ ഡിസ്റ്റൻസിലാണ് കോമൺ ഫാക്ടേഴ്സ് കണ്ടെത്തുക. ചില വലിയ വലിയ സംഖ്യകൾ സംഖ്യയുടെ വലിപ്പം മാറുമ്പോൾ നമുക്ക് കോമൺ നമ്പേഴ്സ് അല്ലെങ്കിൽ കോമൺ മൾട്ടിപ്പിൾസ് അടുത്ത സംഖ്യകളായിട്ടൊന്നും കിട്ടില്ല എന്നുള്ളത് കൊണ്ട് പ്രൈം ഫാക്ടറൈസേഷൻ രീതി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ചെറിയ സംഖ്യകൾ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് മാത്രമേ ചെറിയ സംഖ്യ ഇപ്പോൾ 2ന്റെയും 3ന്റെയും മൾട്ടിപ്പിൾസ് എഴുതി അതിൻ്റെ ലിസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ LCM കാണാനാക്കിയാണെങ്കിൽ ചെറിയ സംഖ്യകൾ 2, 3 അല്ലെങ്കിൽ 3, 5, 3, 4 അങ്ങനെയൊക്കെയുള്ള സംഖ്യകളുടെയൊക്കെ നമുക്ക് എളുപ്പം കാണാൻ പറ്റും. അതേസമയം നമ്പർ ഓഫ് എന്താ പറയുക, ഈ നമ്പേഴ്സ് എണ്ണങ്ങൾ കൂടുമ്പോൾ അതായത് സംഖ്യകളുടെ എണ്ണം കൂടുമ്പോഴോ അല്ലെങ്കിൽ വലിയ സംഖ്യ ആകുമ്പോഴോ വി ക്യാൻ ഡു ബൈ യൂസിങ് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. നമുക്ക് ആ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം. അപ്പം നമുക്ക് കുറച്ച് സംഖ്യകളുടെ LCM നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 8, 10, 12 നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഇതിൻ്റെ LCM ഒന്ന് കണ്ടു നോക്കാം. ഇപ്പം നമ്മൾ മൾട്ടിപ്പിൾസ് ഉപയോഗിച്ച് ചെയ്യുന്നില്ല, കാരണം ഇപ്പം തന്നെ നമ്മൾ 2, 4, 8 അങ്ങനെയുള്ള സംഖ്യകൾ തന്നെ എടുത്തപ്പോൾ നമുക്ക് കുറച്ച് ദൂരെയാണ് നമുക്കതിൻ്റെ കോമൺ മൾട്ടിപ്പിൾസിലേക്ക് എത്താൻ പറ്റിയത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് മാത്രം ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. 8, 10, 12 എഴുതുന്നു. ഏറ്റവും ചെറിയ സംഖ്യ ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സ് ആണ് നമ്മൾ ആദ്യം ഉപയോഗിക്കേണ്ടത്. ഏറ്റവും ചെറുതിൽ നിന്ന് തന്നെ പോകണം. ആദ്യം തന്നെ വലിയ സംഖ്യയിലേക്കൊക്കെ പോകാൻ പറ്റില്ല. അപ്പോൾ 3 ഒക്കെ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ പോയി അങ്ങനെയല്ല, ഏറ്റവും ചെറിയ സംഖ്യകൾ വെച്ച് നോക്കുക. അത് വെച്ച് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാത്രമേ അടുത്ത സംഖ്യ സ്വീകരിക്കാവൂ. ഇപ്പം നോക്കുക, ഇവിടെ എല്ലാം 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ 2 എഴുതുന്നു. 2 4s are 8, 2 5s are 10, 2 6 are 12 അല്ലേ. അപ്പം 4, 5, 6 കിട്ടി. വീണ്ടും നമുക്ക് പറ്റും
5നെ മാറ്റി നിർത്തിയാൽ എഗെയിൻ 2 4ലും 6ലും നമുക്ക് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 2s are 4. 5 പറ്റില്ല, അതുകൊണ്ട് 5 താഴോട്ട് ഇറക്കി എഴുതണം. പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇതിനെ പകുതി എടുത്തു, അല്ലെങ്കിൽ ഇത് 2 2 × 4 ബാക്കി ഒരു 1 എടുത്ത് അപ്പുറത്തെ ശിഷ്ടം 6ലേക്ക് കൊടുത്തു, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. LCM ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ആ സംഖ്യ പോകുമെന്ന് നോക്കുക, ഇല്ലെങ്കിൽ താഴോട്ട് ഇറക്കി എഴുതാം. 2 3 പ്രാവശ്യമാണ് 6ൽ പോകുക. അപ്പൊ 2 5 3. ഇനി ഇതിലെല്ലാത്തിലും കോമൺ ആയിട്ട് ഏതെങ്കിലും സംഖ്യ ഉണ്ടോ? ഇല്ല, കാരണം ഇവയെല്ലാം തന്നെ പ്രൈം നമ്പേഴ്സ് ആണ്. 2 ഒരു അഭാജ്യ സംഖ്യയാണ്, 3 ഒരു അഭാജ്യ സംഖ്യയാണ്, 5 ഒരു അഭാജ്യ സംഖ്യയാണ്. അപ്പൊ 3 ഡിഫറെന്റ് ആയിട്ടുള്ള അഭാജ്യ സംഖ്യകളിൽ വന്ന് നിൽക്കുകയാണ്, കണ്ടല്ലോ. അപ്പൊ അതുപോലെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഇനി ഫർദർ പറ്റില്ല, അതുകൊണ്ട് LCM നമുക്ക് എടുത്തെഴുതാം. LCM ഈക്വൽ ടു 2 × 2. ഈ സൈഡിൽ എഴുതിയ 2 2 ഇൻറ്റു, ചില കുട്ടികൾക്ക് ആളുകൾക്ക് എന്താ പറയുക, ഇവിടെ കിടക്കുന്നത് മാത്രമാണ് എടുത്ത് ഗുണിച്ചൊക്കെ എഴുതുക, അപ്പൊ തെറ്റിപ്പോ. അതല്ല, ഇവിടെ ഫർദർ നമുക്ക് പറ്റാത്ത അവിടം വരെ എടുക്കണം. ആ സംഖ്യകളും കൂടി നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. അടുത്ത ഈ 2 × 5 × 3, ഇനി ഇതെല്ലാം കൂടി ഗുണിച്ചെഴുതാം. അപ്പൊ എളുപ്പം ഗുണിക്കാനായിട്ട് ഇങ്ങനെ ഒരു ടെക്നിക്കൊക്കെ ഉപയോഗിക്കാം. ഇവിടെ 5 × 2 അത് 10 ആണല്ലേ, അപ്പൊ അതങ്ങ് മാറ്റി വെച്ചേക്കാം, അതപ്പം ഗുണിക്കേണ്ട. കാരണം 10 100 1000 അങ്ങനെയുള്ള സംഖ്യകളൊക്കെ വെച്ച് ഗുണിക്കേണ്ടി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 0 ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പൊ എല്ലാ സംഖ്യ അങ്ങോട്ട് നിരത്തി ഗുണിക്കുന്നതിന് പകരം അങ്ങനെയുള്ള ചില സംഖ്യകളെ നമുക്ക് മാറ്റി നിർത്താം. ഇപ്പൊ 5 തന്നെ 2 പ്രാവശ്യം വരിക, 2 പ്രാവശ്യം 2ഉം വരിക. അപ്പൊ 2 5 × 2 5 × 2 വരുമ്പോൾ 10 × 10 100 വരും. അങ്ങനെ അതൊക്കെ ഒന്ന് ചിന്തിച്ച് നിങ്ങൾ ആൻസറിലേക്ക് എത്താൻ നോക്കട്ടെ. അപ്പൊ ഈ 2 × 5 ഞാൻ ഇപ്പൊ ചെയ്യുന്നില്ല, കാരണം 2 5s are 10, അത് 10 ആണല്ലോ, അത് അവിടെ നിൽക്കട്ടെ. 2 × 2 4, 4 × 3 12. ഈ 2 കളും ഈ ഒരു 3 കൂടി ഗുണിച്ചപ്പോ 4 × 3 12. 12 × ഇത് 10 ആണല്ലോ അല്ലെ, 12 × 10 120 ആണ് ഇതിന്റെ LCM ആയിട്ട് വരിക, കണ്ടല്ലോ. അങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ രീതിയിലാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 10 20 40 400 4 സംഖ്യകൾ വന്നിട്ടുണ്ട്. ഇവയുടെ LCM കാണാനാണ്. 10 20 40 400 ഇതിന്റെ LCM നമുക്ക് കാണണം. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, LCM ഓഫ് 10 20 40 ആൻഡ് 400. ഈ രീതിയിൽ നമുക്കൊന്ന് ചെയ്യാം. അതിനാണ് ഞാൻ അങ്ങനെ വരച്ചത്. കാരണം 400 ഒക്കെ കോമൺ മൾട്ടിപ്പിൾ ഒക്കെ എഴുതി എപ്പം നമ്മൾ എവിടെ എത്തും, 10ന്റെ ഒക്കെ 10ഉം 20 40 ഇവയ്ക്കൊക്കെ കോമൺ ആയിട്ട് വരുന്ന ഒരു മൾട്ടിപ്പിൾ കിട്ടാനായിട്ട് ഒരുപാട് എഴുതേണ്ടി വരും. അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ രീതി നേരെ ഉപയോഗിക്കാം. 2 കൊണ്ടാണ്, കാരണം എല്ലാം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഈവൺ നമ്പേഴ്സ് ആണല്ലോ അല്ലെ, എല്ലാം ഇരട്ട സംഖ്യകളാണ്. 2 5s are 10 അല്ലെ, 2 10s are 20, 2 20s are 40 അല്ലെ, 20 × 2 ആണ് 40. 2 200s are 400. ഇപ്പൊ 2 കൊണ്ട് എല്ലാത്തിനെയും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് താഴെ എഴുതി. വീണ്ടും നമുക്ക് 2 തന്നെ ഉപയോഗിക്കാം, കാരണം നമ്മൾ എന്താ പറയുക, ബിസൈഡ്സ് 5 കൂടാതെ നോക്കിക്കഴിഞ്ഞാൽ 10 20 200 എല്ലാം തന്നെ 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. അതുകൊണ്ട് 5 നമുക്ക് താഴെ ഇറക്കി എഴുതാം. 2 5s are 10 കണ്ടല്ലോ, 5s are 10. 2 10s are 20, 200s are 200. ഇപ്പൊ നമ്മൾ അങ്ങനെ എഴുതി. ഇനിയും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം 10ഉം 100ഉം നമുക്ക് 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. അതുകൊണ്ട് 5ഉം 5ഉം അങ്ങനെ തന്നെ ഇറക്കി എഴുതാം. 10ല് 5 × 2 5s are 10. 100ല് 2 50s are 100 അല്ലെ, 100 2 × 50 ആണ് 100. ഇനി നോക്കിയാൽ നിങ്ങൾ, ഇനി എല്ലാം തന്നെ എന്താ പറയാ, 5 കൊണ്ടല്ലേ ഡിവിസിബിൾ ആകുക. 5 കൊണ്ടാണ് ഇതിനി പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റുക. അല്ലാതെ നോക്കിയേ 2 കൊണ്ട് ഈ ഒരെണ്ണം മാത്രമേ പറ്റുള്ളൂ, 2 എടുക്കുന്നതെങ്കിൽ. അപ്പൊ കൂടുതൽ, അതായത് നമ്മൾ മെജോറിറ്റി നോക്കുക, അതിൽ ഏറ്റവും കൂടുതൽ സംഖ്യകൾ ഏത് വെച്ചാണോ ഡിവൈഡ് ചെയ്യാൻ പറ്റുക ആ സംഖ്യ നിങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ പ്രൈം നമ്പേഴ്സ് എടുക്കണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. പിന്നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2ൽ കൂടുതൽ സംഖ്യകളൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഏത് സംഖ്യകളെയൊക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റും ആ ഒരു പ്രൈം നമ്പർ നമ്മളിട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ 5 കൊണ്ട് ചെയ്യാം. 5ല് 1 ടൈം, വീണ്ടും 5ല് 1 ടൈം, ഇവിടെയും 1 ടൈം. 5 50ലാണെങ്കിൽ 10 ടൈംസ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു 10ല് ബാക്കി വന്ന് നിൽക്കുകയാണ്. ഇനി ഈ ഒരു 10ന് വേണ്ടി മാത്രമായിട്ട് വീണ്ടും നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. അറ്റ്ലീസ്റ്റ് 2 സംഖ്യയെങ്കിലും വേണം നമുക്ക് കോമൺ നമ്പർ എടുത്ത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമുക്കത് അങ്ങനെ തന്നെ എടുത്ത് എഴുതാം. അപ്പോൾ therefore LCM എന്താ കിട്ടുക, 2 × 2, വീണ്ടും ഒരു × 2, ദെൻ ഒരു 5, ദെൻ ലാസ്റ്റ് ഒരു 10 അല്ലേ. 10 അവിടെ ബാക്കിയുണ്ട്, നമുക്കത് ഡിവൈഡ് ചെയ്തില്ല നമ്മൾ, കാരണം 5 10s are 50. ഇനിയും ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വീണ്ടും നമുക്ക് 2 5 അത് സ്പ്ലിറ്റ് ചെയ്ത് തന്നെ വരുള്ളൂ. ഈ 10നെ സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിൽ 2 കൊണ്ട് ചെയ്യുകയാണെങ്കിൽ 2 5s are 10. അപ്പോൾ വീണ്ടും അവിടെ 5 ബാക്കി വരും, അപ്പോഴും ഇവിടെ 10 തന്നെയാണ്. അതുകൊണ്ട് അവിടെ ചെയ്തില്ല എന്ന് മാത്രം. അപ്പൊ നോക്കിയേ, ഇവിടെ ഓൾറെഡി ഒരു 10 ഉണ്ട്. 2 5s are വീണ്ടും ഒരു 10 ഉണ്ട്. അപ്പൊ 2 × 2 മാത്രം നമുക്ക് ചെയ്യാം. 2 × 2
4 ആണ്. ഇത് 4 into 10 40, 40 into 10 400. കണ്ടല്ലോ, LCM ഓഫ് 10, 20, 40 and 400 is equal to 400. 400. അപ്പം 400 വരെ നമ്മൾ ഈ 10ന്റെ മൾട്ടിപ്പിൾസ് എഴുതണമായിരുന്നു. എവിടെ ഇതിന്റെ കോമൺ മൾട്ടിപ്പിളിലേക്ക് എത്തണമെങ്കിൽ 400 ആണ് അതിനകത്ത് ഏറ്റവും വലിയ സംഖ്യ. അതാണ് അതിന്റെ LCM കിട്ടിയത്. അപ്പൊ 10ന്റെയും 20ന്റെയും 40യുടെ ഒക്കെ 400 വരെയുള്ള മൾട്ടിപ്പിൾസ് നമുക്ക് എഴുതിയാലാണ് ഈ 400 എന്ന് പറയുന്ന LCM കിട്ടുകയുള്ളായിരുന്നു. ഏത് രീതിയിൽ? നേരത്തെ ആദ്യം ചെയ്ത രീതിയിലാണെങ്കിൽ കിട്ടിയല്ലോ. അപ്പം കോമൺ മൾട്ടിപ്പിൾസ് കണ്ടെത്തി എഴുതുന്നതിനേക്കാൾ കുറച്ചുകൂടി ഈ രീതി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് എളുപ്പം ചെയ്യാൻ പറ്റും. പക്ഷെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, പ്രൈം നമ്പേഴ്സ് എടുത്ത് വേണം നമ്മളത് ചെയ്യാനായിട്ട്. അഭാജ്യ സംഖ്യകൾ ഉപയോഗിച്ച് ഘടകക്രിയ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയും ചോദിക്കാം. അപ്പോൾ LCM നമ്മൾ കണ്ടുപിടിക്കാനാണ് ഞാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് അല്ലേ. യു ഫൈൻഡ് ദ LCM ഓഫ് ഈ പർട്ടിക്കുലർ നമ്പേഴ്സ് തന്നിരുന്നു. ഇനി ഇങ്ങനെ ചോദ്യം ഇങ്ങനെ ആയാലോ, 9, 10, 15 9, 10, 15 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ. അത് തന്നെയാണ് LCMനെ മറ്റൊരു രീതിയിൽ ക്വസ്റ്റ്യൻ എഴുതിയിരിക്കുന്നതാണ് കേട്ടോ. ചോദ്യം പല രീതിയിൽ ഇങ്ങനെ അവർ മാറ്റിമറിച്ച രീതിയിലൊക്കെ തരും. നേരിട്ട് ചിലപ്പോൾ ലസാഗു കാണുക, LCM കാണുക എന്ന് പറയും. അല്ലെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് ദ ലീസ്റ്റ് കോമൺ നമ്പർ വിച്ച് ക്യാൻ ബി by 9, 10 and 15. 9, 10, 15 എന്നീ സംഖ്യകളെ നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ. അങ്ങനെ ചോദിച്ചാലും നമ്മൾ എന്ത് ചെയ്യണം? 9, 10, 15 ഇവയുടെ LCM കാണണം. പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഘടകക്രിയ രീതി ഉപയോഗിച്ച് എന്ത് ചെയ്യാം? ഇതിനെ ഘടകക്രിയ ചെയ്യാം. 3ന്റെ ടേബിൾ കാരണം 9 ഉണ്ട് 15 ഉണ്ട് അല്ലെ. 9ലും 15ലും കോമൺ ആയിട്ട് വരുന്നത് 3 ആയതുകൊണ്ട് ഞാൻ ആദ്യം 3 എഴുതുന്നു. 3 3s are 9. 10ല് ആ 3 കൊണ്ട് നമുക്ക് ഡിവിസിബിൾ അല്ല, അതുകൊണ്ട് 10 താഴോട്ട് ഇറക്കി എഴുതുന്നു. 3 5s are 15. കണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ 5 താഴോട്ട് ഇറക്കി എഴുതി. ഇനി ഇതിൽ രണ്ടിലും 3 സംഖ്യകളുണ്ട്. 3ലും കോമൺ ആയിട്ട് ഒരു സംഖ്യ ഉണ്ടോ എന്ന് നോക്കുക. അതിൽ പറ്റിയില്ലെങ്കിൽ മാത്രമാണ് 2 സംഖ്യകളെ നോക്കുക. ഇവിടെ നോക്കിയാൽ 3, 10, 5 ഇവയിൽ 3ലും കോമൺ ആയിട്ട് വരുന്ന ഒരു നമ്പർ ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്കറിയാം 10ലും 5ലും കോമൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 5 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പൊ 3 താഴോട്ട് ഇറക്കി എഴുതുന്നു. 5 2s are 10. 5ൽ ഒരു പ്രാവശ്യം. ഇനി നമുക്ക് ഫർദർ പറ്റില്ല, അതുകൊണ്ട് അവിടെ നിർത്താം. സോ ദ LCM ഓഫ് 9, 10, 15 എന്ന് പറയുന്നത് 3 into 5 into 3 into 2 into 1 ഉണ്ട്. 1 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താലും സെയിം ആൻസർ ആണ് കിട്ടുക. വീണ്ടും ഞാൻ പറയട്ടെ, ഇവിടെ 5 into 2 10 ആക്കി മാറ്റാൻ പറ്റുന്ന സംഖ്യകൾ അങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ എളുപ്പമാവും. അതാണ് ഗുണനം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തേട്ടാ. 5 into 2 10 ആണല്ലോ, അതവിടെ നിൽക്കട്ടെ. 3 into 3 9 ആണ്. 9 into 10 ഒരു 0 ഇട്ട് കൊടുത്താൽ പോരെ. അങ്ങനെ അല്ലെങ്കിൽ ഇതെന്ത് ചെയ്യണം? നമ്മൾ 3 into 5 15, 15 into 3 45 അങ്ങനെ ഗുണിച്ച് നോക്കേണ്ടി വരും. ഇപ്പൊ 15 into 3 അറിയില്ലാത്തവരാണെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കേണ്ടി വരും അല്ലേ. 45 into 2 90 അതും ഗുണിച്ച് നോക്കി അങ്ങനെ ചെയ്യേണ്ടി വരും. അതിന് പകരമാണ് ഞാൻ ഇവിടെ 3 into 3 ചെറിയ സംഖ്യയല്ലേ, അപ്പൊ 9 ആണ്. ഇവിടെ 5 into 2 10 അങ്ങനെയൊക്കെയാണ് അവിടെയും നമ്മൾ ചെയ്തത്. നോക്കുക, ഇവിടെ 2 into 5 10 ആയിരുന്നു. ഓൾറെഡി ഇവിടെ ഒരു 10 ഉണ്ട്. അപ്പോൾ അവിടെ 2 10 into 10 100 ആണ്. 2 into 2 4 ആണ്. അപ്പൊ 4 into 100 400 കിട്ടിയല്ലോ. അപ്പൊ ഇത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ചെയ്യുന്ന 2 രീതിയാണ്. മൾട്ടിപ്പിൾസ് എഴുതിയിട്ട് അതിൽ നിന്ന് കോമൺ എടുത്തു, അതിൽ നിന്ന് ലീസ്റ്റ് നമ്പർ എടുത്തു, ഏറ്റവും ചെറിയ സംഖ്യ എടുത്തു, അങ്ങനെ നമ്മൾ LCM കണ്ടു. അല്ലാതെ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. കാരണം ഇഫ് ദ ടേംസ് നമുക്ക് തന്നിരിക്കുന്ന ടേംസ് കൂടുതൽ ലാർജ് നമ്പർ ഉണ്ടെങ്കിൽ 5 എണ്ണത്തിൻ്റെ 10 എണ്ണത്തിന് എന്താ പറയുക 4 എണ്ണത്തിൻ്റെ അങ്ങനെ കൂടുതൽ സംഖ്യകൾ ഉണ്ടെങ്കിൽ നമ്മളത് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ വലിയ സംഖ്യകളാണെങ്കിൽ മോർ ദാൻ 2 ഡിജിറ്റ് ഒക്കെ ആണെങ്കിൽ കൂടുതലും നിങ്ങൾ ഏത് ഉപയോഗിക്കാം? ഈ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ച് LCM കാണാം. കിട്ടിയല്ലോ, മനസ്സിലായില്ലേ ഇന്നത്തെ ചെയ്തത്? പിന്നെ മാത്രമല്ല ഏതാണ് ഈ 3 സംഖ്യകൾ? അപ്പം 3 സംഖ്യ തരുന്നു അല്ലെങ്കിൽ 4 സംഖ്യ തന്നിട്ട് ഇതിനെല്ലാത്തിനെയും കോമൺ ആയിട്ട് നിശേഷം എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റിയ വിച്ച് ഈസ് ദ ലീസ്റ്റ് നമ്പർ, ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്ന് ചോദിച്ചാലും ക്വസ്റ്റ്യൻ അങ്ങനെയുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുമ്പോൾ അത് വായിച്ച് നോക്കി അതിന് ആൻസർ ചെയ്യുക. ഏറ്റവും ചെറിയ സംഖ്യ എന്ന് എല്ലാത്തിനെയും നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ചോദിച്ചാൽ നമ്മൾ കാണേണ്ടത് LCM തന്നെയാണ്. 2 രീതിയിലും ചോദ്യം വരാറുണ്ട്. അപ്പോൾ ഇന്ന് എടുത്തതൊക്കെ നിങ്ങളൊന്ന് പഠിക്കുക ചെയ്യുക. അതുപോലെ തന്നെ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡോ മൾട്ടിപ്പിൾസ് ഉപയോഗിച്ചിട്ടോ ഏത് രീതിയിലും ചെയ്യാം. പക്ഷെ പ്രൈം ഫാക്ടറൈസേഷൻ തന്നെ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കേണ്ട സാഹചര്യം വരും. കാരണം സംഖ്യകൾ വലുതാണല്ലോ നമുക്ക് കാണേണ്ടത്. അതുകൊണ്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും കാണാം. ഓക്കെ, ബൈ.